ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് UPSC വിത്ത് ഐശ്വര്യ. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു റിവൈസ് എന്നുള്ളതാണ്. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റിവൈസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരാം എന്നുള്ളതാണ്. ഫസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് റിപ്പീറ്റഡ് അണ്ടർലൈനിങ് മെത്തേഡ്. അപ്പോൾ ഈ റിപ്പീറ്റഡ് അണ്ടർലൈനിങ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോട്ട് എഴുതാൻ പറ്റില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെ നോട്ട് രൂപത്തിലാണ്, അപ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടതാണ് ഈ ഒരു റിപ്പീറ്റഡ് അണ്ടർലൈനിങ് മെത്തേഡ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഒരു 2-3 ടൈംസ് നിങ്ങൾ ഈ ടെക്സ്റ്റ് വായിക്കുമല്ലോ, റിവൈസ് ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ലക്ഷ്മികാന്ത് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് പോവുക. കാണുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും വളരെ വാസ്റ്റായിട്ട് തന്നെ വായിക്കുന്നതെല്ലാം നിങ്ങളൊരു പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഇനി രണ്ടാമത്തെ തവണ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ച പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്തത് മാത്രമായിരിക്കുമല്ലോ വായിക്കുന്നുണ്ടാവുക. അത് നിങ്ങളൊരു കളർ പെന്നോണ്ടോ ഒരു സ്കെച്ച് പെന്നോണ്ടോ വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ടാവില്ലേ, ആ പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് പോവുക. ഇനി ഒരു തേർഡ് റീഡിങ് നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഹൈലൈറ്റ് പെന്ന് യൂസ് ചെയ്യണം. ആ ഹൈലൈറ്റ് പെന്നിൽ തന്നെ നിങ്ങൾ സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്ത സാധനം, പിന്നെ അതിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾ ഹൈലൈറ്റർ പെന്നുകൊണ്ട് മാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഒരു ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റീഡിങ് പെൻസിലുകൊണ്ട്, സെക്കൻഡ് റീഡിങ് സ്കെച്ച് പെന്നുകൊണ്ട്, തേർഡ് റീഡിങ് ഹൈലൈറ്റർ. ആ ഹൈലൈറ്റർ കൊണ്ട് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ആയിരിക്കും. അപ്പോൾ ആ തേർഡ് റീഡിങ്ങോട് കൂടെ തന്നെ ആ ടെക്സ്റ്റിലുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ പതിയും എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡിൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് ഭയങ്കര പ്രോമിനൻ്റ് ആണ്. ലെയ്റ്റ്നർ സിസ്റ്റം എന്ന് നമ്മൾ പറയും. ലെയ്റ്റ്നർ സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല പേരുകളുണ്ട്. ഫ്ലാഷ് കാർഡ് മെത്തേഡ്, കാർഡ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവർണർ ജനറൽസിൻ്റെ കാര്യം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ലൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മെമ്മറൈസ് ചെയ്യാൻ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാർഡുകളിലാക്കിയിട്ട് അല്ലെങ്കിൽ പേപ്പർ പീസസിലാക്കിയിട്ട് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് കൺസിഡർ ഇത് ശരിക്കും ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ വിൽ ബി 2 ബോക്സസ്. എന്നിട്ട് നമ്മളൊരു കാർഡ് എടുക്കുന്നു, ആ കാർഡ് നമുക്ക് മെമ്മറൈസ്ഡ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു ബോക്സിൽ വെക്കുന്നു. ആ രണ്ടാമത്തെ കാർഡ് നമുക്ക് ഓർമ്മയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ബോക്സിൽ വെക്കുന്നു. അപ്പോൾ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളുടെ ബോക്സ് വേറെയും, എന്നാൽ നമുക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളുടെ ബോക്സ് വേറെയും. അപ്പോൾ നമുക്ക് ഓർമ്മയില്ലാത്ത ആ ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് റിവിഷൻ ചെയ്യാം. അപ്പോൾ അതിൽ നിന്നും വീണ്ടും കുറേ കാര്യങ്ങൾ നമുക്ക് ഓക്കെ പഠിച്ചു എന്ന് തോന്നുമ്പോൾ അത് മറ്റേ ബോക്സിലേക്ക് മാറ്റുക. ഇതാണ് ഫ്ലാഷ് കാർഡ് സിസ്റ്റം അല്ലെങ്കിൽ ലെയ്റ്റ്നർ സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ആൻഡ് ഈ ഒരു സിസ്റ്റം നമുക്കിപ്പോൾ ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റും, അതല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഏതെങ്കിലും നല്ലൊരു ആപ്പ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം ഈ വീഡിയോയിൽ. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് റീഡിങ് മെത്തേഡാണ്. ഫാസ്റ്റ് റീഡിങ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു നോട്ട് ഉണ്ടാക്കി വെച്ചു ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് എന്നുണ്ടെങ്കിൽ, ആ നോട്ട് നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വായിച്ചു പോവുക. ഫാസ്റ്റായിട്ട് വായിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ എനിക്കിതിനകത്തൊന്നും ഓർമ്മയില്ല എന്നുള്ളത്, വീണ്ടും ഓരോന്നും എടുത്തെടുത്ത് പഠിക്കണം തോന്നും. അങ്ങനെയല്ല, നിങ്ങൾ ഫാസ്റ്റായിട്ട് അങ്ങ് വായിച്ചു പോയാൽ മതി, അത് നിങ്ങളുടെ മൈൻഡിൽ പതിഞ്ഞോളും. അതാണ് തേർഡ് സിസ്റ്റം, ഫാസ്റ്റ് റീഡിങ് സിസ്റ്റം. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നോട്ട് മേക്കിംഗ് സിസ്റ്റം, കോർണൽ സിസ്റ്റം ഓഫ് നോട്ട് മേക്കിംഗ്. ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നോട്ട് മേക്കിംഗ് വളരെ എഫക്റ്റീവാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് മറക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമ്മൾ വായിക്കുന്നത് പോലെയോ കേൾക്കുന്നത് പോലെയോ അല്ല, നമ്മളൊരു സാധനം എഴുതുമ്പോൾ അത് മനസ്സിൽ ഓട്ടോമാറ്റിക്കലി പതിയുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് എ ഫസ്റ്റ് റിവിഷൻ. ഇപ്പം നിങ്ങളൊരു ടെക്സ്റ്റ് വായിക്കുന്നു, ഒരു NCERT വായിക്കുന്നു, എന്നിട്ട് ആ NCERTയിൽ നിന്നും നിങ്ങളൊരു നോട്ട് എഴുതുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു റിവിഷനാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ അത് ഓട്ടോമാറ്റിക്കലി പതിയാണ്. അതും നമുക്കൊരു നല്ല മെത്തേഡായിട്ട് നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. ഇനി
ഇതും ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത മെത്തേഡ് ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ മേക്കിംഗ് മെത്തേഡ്. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ടോപ്പിക്കിലും നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നതാണ്. എത്ര ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ മെമ്മറി. അപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ രണ്ടാമത് പഠിച്ചാൽ മതി. അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാൻ ശ്രമിക്കുക. ഹൂ ഇസ് ദ ഫസ്റ്റ് ബുദ്ധ, അല്ലെങ്കിൽ വേർ ഡിഡ് ബുദ്ധ റിസീവ്ഡ് എൻലൈറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്യുക, ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സെഷൻ അല്ലെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ PYQ ചെയ്താൽ പോരെ മിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായാലും മതി. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ദർ വിൽ ബി മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ മറന്നു പോവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കുന്നതും ഒരു മെത്തേഡാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബ്ലേർട്ടിംഗ്. ബ്ലേർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ സയൻറ്റിഫിക് മെത്തേഡാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പോർഷൻ പഠിച്ചു കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പഠിക്കുകയാണ്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അതല്ലെങ്കിൽ അന്നത്തെ ദിവസം വൈകിട്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് എഴുതി വെക്കുന്നതിനെയാണ് ബ്ലേർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പഠിച്ച അതേ ഓർഡറിൽ എഴുതി വെക്കണം എന്നില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓർമ്മ വരുന്ന ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യാം. ഓക്കെ, അതായത് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഓർമ്മ വരുന്നത് അതെല്ലാം എഴുതി വെക്കുക. നോട്ട് ഇൻ എ ഡയറക്റ്റ് ഓർഡർ, നോട്ട് നെസസറി. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഓർമ്മയുള്ള കുറേ കാര്യങ്ങൾ, യു വിൽ ബി സർപ്രൈസ്ഡ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന്. അറ്റ് ദ സെയിം ടൈം യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത്, ഏത് പോർഷൻസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇതാണ് ബ്ലേർട്ടിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതും വളരെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിവിഷൻ മെത്തേഡാണ്. നെക്സ്റ്റ് മെത്തേഡാണ് 2357 മെത്തേഡ്. 2357 മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ഭയങ്കര സ്ഥിരം മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പഠിക്കുകയാണ്, അത് സെക്കൻഡ് ഡേ ഞാൻ റിവൈസ് ചെയ്യുന്നു, തേർഡ് ഡേ ഞാൻ റിവൈസ് ചെയ്യുന്നു, 5th ഡേ റിവൈസ് ചെയ്യുന്നു, 7th ഡേ റിവൈസ് ചെയ്യുന്നു. അപ്പോഴേക്കും ആ കാര്യം കംപ്ലീറ്റ്ലി നമ്മളുടെ ഉള്ളിലേക്ക് കയറും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്ന് പറയും. നമ്മുടെ ഓർമ്മയുടെ ബാൻഡ് വിഡ്ത്ത് കൂട്ടുകയാണ്. ഇപ്പോൾ ഇന്ന് പഠിച്ച കാര്യം 2 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുമ്പോൾ 2 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ആവുന്നു, തേർഡ് ഡേക്ക് എക്സ്റ്റെൻഡ് ആവുന്നു, 5th ഡേയിലേക്കും പിന്നെ 1 വീക്കിലേക്കും എക്സ്റ്റെൻഡ് ആവുന്നു. അപ്പോൾ നമ്മുടെ ഒരു മെമ്മറി ബാൻഡ് വിഡ്ത്ത് കൂട്ടുന്ന മെത്തേഡാണ് ഈ 2357 മെത്തേഡ്. ഇതിനെ സ്പേസ്ഡ് റെപ്പറ്റീഷൻ മെത്തേഡ് എന്നും പറയും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും ഇങ്ങനെ പേടിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അയ്യോ ഞാൻ റിവൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ടൈം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു രീതിയിൽ ടൈം അലോക്കേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. അടുത്ത മെത്തേഡാണ് റിഡക്ഷൻ ടെക്നിക്ക്. റിഡക്ഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. എന്നിട്ട് ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്തുള്ള എല്ലാം പഠിക്കില്ല. ഓക്കെ, നമ്മൾ അതിനകത്ത് നമുക്ക് എന്താണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അത് മാത്രമായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ നമുക്ക്, ഓക്കെ ഇവിടെ എനിക്ക് പ്രശ്നമുണ്ട് എന്നുള്ള സ്ഥലങ്ങൾ മാത്രം പഠിക്കുന്നു. പിന്നീട് ഒരു തവണയും കൂടി ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ വീണ്ടും നമ്മൾ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് വീണ്ടും വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ നമുക്ക് വീണ്ടും പഠിക്കേണ്ടി വരുള്ളൂ. ഇതാണ് റിഡക്ഷൻ മെത്തേഡ്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പിന്നെ കോർണർ ടു കോർണർ ഇങ്ങനെ റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ചില ചാപ്റ്റേഴ്സിലൊക്കെ അല്ലെങ്കിൽ ചില സബ്ജക്ട്സിലൊക്കെ നമുക്ക് റിഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും, നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാനും പറ്റും. അപ്പോൾ ഇത്രയും ടെക്നിക്സ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ടെക്നിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് മെൻഷൻ ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും വിലയേറിയ അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.